നമുക്കറിയാം, ഒരു പ്രധാനപ്പെട്ട സുഗന്ധവ്യഞ്ജനമായ കറുവപ്പട്ട പലതരം പാചക ആവശ്യങ്ങൾക്ക് കൂടിയേ തീരൂ. ആരോഗ്യത്തിനും സൗന്ദര്യത്തിനുമെല്ലാം കറുവപ്പട്ട ഏറെ ഗുണകരമാണ്. മെറ്റബോളിസം മെച്ചപ്പെടുത്താനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും ശരീരഭാരം നിയന്ത്രിക്കാനും എന്തിന് മുഖസൗന്ദര്യത്തിന് പോലും കറുവപ്പട്ട പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. 2018 ഒരു പഠനമനുസരിച്ച് PCOS, അതായത് നമ്മൾ പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം ഉള്ള സ്ത്രീകളിൽ കറുവപ്പട്ടയിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകളായി പ്രവർത്തിക്കുന്ന വിവിധതരം ഫൈറ്റോ കെമിക്കലുകൾ ഗുണം ചെയ്യുന്നുവെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിനായിട്ട് PCOS ബാധിതരായിട്ടുള്ള സ്ത്രീകൾ 3 കറുവപ്പട്ട ചേർന്ന സപ്ലിമെൻറ്റുകൾ, അതായത് 500 മില്ലിഗ്രാം വീതമുള്ള 3 സപ്ലിമെൻറ്റുകൾ 8 ആഴ്ചകളിൽ ദിവസേന കഴിച്ചതിലൂടെ മെച്ചപ്പെട്ട ആൻറ്റി ഓക്സിഡൻറ്റ് നില കാണിച്ചു. ഇത് PCOSൻ്റെ ലക്ഷണങ്ങളെ ലഘൂകരിക്കാൻ സഹായിച്ചു എന്നാണ് ആ പഠനത്തിൽ കണ്ടെത്തിയത്. അതുപോലെ 2020 മെറ്റാ അനാലിസിസിൽ കണ്ടെത്തിയത് 1.5 to 4 ഗ്രാം കറുവപ്പട്ടയുടെ പൊടി ഓരോ ദിവസവും കഴിക്കുന്നത് ശരീരത്തിൽ വീക്കമുണ്ടാക്കുന്നതിനെ സൂചിപ്പിക്കുന്ന വിവിധ പ്രോട്ടീനുകളുടെ കുറവ് കാണിച്ചുവെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇനി ബ്ലഡ് ഷുഗർ കുറയ്ക്കുന്നതിൻ്റെ കാര്യം നോക്കാം. അതായത് 40 ദിവസത്തേക്ക് എല്ലാ ദിവസവും 3 മുതൽ 6 ഗ്രാം വരെ കറുവപ്പട്ട കഴിക്കുന്നത് ഭക്ഷണത്തിന് മുൻപും ശേഷവുമുള്ള രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവിൽ ഗുണം ചെയ്യുന്നതായിട്ടും കണ്ടെത്തിയിട്ടുണ്ട്. 2021 ഒരു പഠനത്തിൽ കറുവപ്പട്ട സത്ത് കഴിക്കുന്നത് ഓർമ്മക്കുറവ് മൂലമുള്ള വൈകല്യത്തിൻ്റെ തീവ്രത കുറയ്ക്കുകയും മസ്തിഷ്കാഘാതമുള്ള മൃഗങ്ങളിലെ ന്യൂറോണുകളുടെ നഷ്ടം കുറയ്ക്കുകയും ചെയ്തതായിട്ട് കണ്ടെത്തി. ഈ ന്യൂറോണുകളുടെ നഷ്ടമാണ് നമ്മളെ ഓർമ്മ നഷ്ടത്തിലേക്കും അതുപോലെ ദൈനംദിന ജോലികൾ ചെയ്യാനുള്ള കഴിവ് കുറയ്ക്കുന്നതിലേക്കുമൊക്കെ നയിക്കുന്നത്. ഇത് പലപ്പോഴും ഓർമ്മക്കുറവ് അഥവാ ഡിമെൻഷ്യ, അൾഷിമേഴ്സ് തുടങ്ങിയ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമാകുന്നു. അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് ഈ കറുവപ്പട്ട സ്ഥിരമായിട്ട് കഴിക്കുന്നതുകൊണ്ട് രക്ഷ നേടാനായിട്ട് സാധിക്കും. ഉയർന്ന LDL അല്ലെങ്കിൽ നമ്മൾ മോശം കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ഹൃദ്രോഗ സാധ്യതയുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മുടെ രക്തത്തിലെ ട്രൈഗ്ലിസറൈഡിൻ്റെ അളവും മൊത്തം കൊളസ്ട്രോളിൻ്റെ അളവും കുറയ്ക്കാനായിട്ട് കറുവപ്പട്ട നമ്മളെ സഹായിക്കും. ചീത്ത കൊളസ്ട്രോൾ ആയിട്ടുള്ള LDLൻ്റെ അളവ് കുറയ്ക്കാനായിട്ട് മാത്രമല്ല, നല്ല കൊളസ്ട്രോൾ ആയിട്ടുള്ള HDLൻ്റെ അളവ് കൂട്ടാനായിട്ടും ഈ കറുവപ്പട്ട നമ്മളെ സഹായിക്കും. ആൻറ്റി ഓക്സിഡൻറ്റുകളും പോളിഫെനോളുകളും ആന്തോസയാനിഡുകളും കൊണ്ട് സമ്പുഷ്ടമാണ് കറുവപ്പട്ട. ഇത് നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തിന് ഉത്തേജനം നൽകുന്നു. ഇതിൻ്റെ ആൻറ്റി വൈറൽ, ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഫംഗൽ ഗുണങ്ങൾ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള തകരാറുകൾ, ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യത കുറയ്ക്കാനായിട്ടും സഹായിക്കും. എല്ലാ ദിവസവും 1 കപ്പ് ചെറു ചൂടുള്ള കറുവപ്പട്ട വെള്ളം കുടിക്കുന്നത് നമുക്ക് പീരീഡ്സിൻ്റെ സമയത്തുണ്ടാകുന്ന വേദന കുറയ്ക്കാനായിട്ടും പീരീഡ്സ് കൃത്യമാകാനും ഒക്കെ സഹായിക്കും. കറുവപ്പട്ട ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അകറ്റാനായിട്ട് നമ്മളെ സഹായിക്കും. അസിഡിറ്റി പ്രശ്നമുള്ളവർ ദിവസവും കറുവപ്പട്ട ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് ഏറെ ഗുണം ചെയ്യും. നമ്മുടെ ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്ന ഒന്നുകൂടിയാണ് ഈ കറുവപ്പട്ട. ദിവസവും രാവിലെ ഇതിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്നു. ഇതിലൂടെ ബാക്ടീരിയൽ, ഫംഗൽ അണുബാധകളിൽ നിന്നും നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ മോണയുടെ ആരോഗ്യത്തിന് ഉത്തമമാണ് ഇത്. വായ്നാറ്റം അകറ്റാനും നല്ലൊരു വഴി കൂടിയാണിത്. പല്ല് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും ഇതേറെ ഗുണം ചെയ്യും. ഇതിൻ്റെ മധുരം പ്രമേഹത്തെ കുറയ്ക്കാനായിട്ട് സഹായിക്കും. കൃത്രിമ മധുരങ്ങൾക്ക് പകരം ഇത് ഉപയോഗിക്കുന്നതാണ് ഏറെ ഗുണം ചെയ്യുന്നത്. ഈ സുഗന്ധവ്യഞ്ജനത്തിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഫ്രീ റാഡിക്കലുകൾ മൂലമുണ്ടാകുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിൽ നിന്നും നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കും. ഇത് പ്രകൃതിദത്തമായിട്ട് വീക്കവും വേദനയും ശമിപ്പിക്കുന്ന ഒരു ഒറ്റമൂലി കൂടിയാണ്. കൂടാതെ ഇത് ശരീരത്തെ അണുബാധകളിൽ നിന്നും സംരക്ഷിക്കുവാനും നമ്മുടെ സെൽസിൻ്റെ കേടുപാടുകൾ പരിഹരിക്കാനും ഒക്കെ ആയിട്ട് സഹായിക്കും. നേരത്തെ പറഞ്ഞതുപോലെ പ്രമേഹത്തിനുള്ള മികച്ചൊരു മരുന്നാണിത്. കറുവപ്പട്ടയ്ക്ക് ഇൻസുലിൻ റെസിസ്റ്റൻറ്റ് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു. ഇതാണ് നമ്മുടെ തടി കുറയാനും നമ്മളെ സഹായിക്കുന്നത്. ഇതിട്ട് തിളപ്പിക്കുന്ന വെള്ളം കുടിക്കുന്നതും ഇത് ഭക്ഷണത്തിൽ ചേർത്ത് കഴിക്കുന്നതും ഒക്കെ നല്ലതാണ്. സാധാരണയായിട്ട് പ്രമേഹ രോഗികളിലെത്തുന്ന പഞ്ചസാര രക്തത്തിലെ ഷുഗർ തോത് വർദ്ധിപ്പിക്കുന്നു. ഇത് ശരീരത്തിലെ അവയവങ്ങളെ കേടുവരുത്തുകയും ചെയ്യുന്നു. ഇതെല്ലാം തടയാനായിട്ട് ഈ കറുവപ്പട്ട നല്ലതാണ്. രക്തത്തിൽ പെട്ടെന്ന് ഷുഗർ ഉയരുമ്പോൾ നടക്കുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കാനായിട്ട് കറുവപ്പട്ട ഏറെ നല്ലതാണ്. കറുവപ്പട്ട സ്ഥിരമായിട്ട് കഴിക്കുന്നവരിൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ കുറയുന്നതായിട്ട് നമുക്ക് കാണാം. നമ്മൾ പറഞ്ഞു, തടി കുറയ്ക്കുന്നതിനുള്ള മികച്ചൊരു മരുന്ന് കൂടിയാണ് കറുവപ്പട്ട. ഇത് ശരീരത്തിൻ്റെ മെറ്റബോളിസം കൃത്യമായിട്ട് നടത്തി നമ്മുടെ തടി കുറയ്ക്കുന്നു. ശരീരത്തിലെ ചൂട് വർദ്ധിപ്പിക്കുന്നു, ദഹനം മെച്ചപ്പെടുത്തുന്നു. ഇതെല്ലാം തന്നെ തടി കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഘടകങ്ങളാണ്. കറുവപ്പട്ട വെള്ളം തേനും ചേർത്ത് കഴിക്കുന്നതാണ് തടി കുറയ്ക്കാനായിട്ട് ഏറെ സഹായകമാകുന്നത്. അതുപോലെ തന്നെ മധുരം നമുക്ക് തടി കൂട്ടുന്ന ഒന്നാണ്. അപ്പോൾ കറുവപ്പട്ടയ്ക്ക് ഒരു സ്വാഭാവികമായിട്ടുള്ള മധുരമുണ്ട്. അതിനാൽ തന്നെ മധുരത്തിന് പകരം പല ഭക്ഷണ വസ്തുക്കളും ഇത് ചേർത്ത് കഴിഞ്ഞാൽ അതൊന്നും കൂടി നമ്മളെ തടി കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഇനി നമ്മൾ കറുവപ്പട്ട വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ കറുവപ്പട്ട വാങ്ങിക്കുമ്പോൾ ശുദ്ധമായിട്ടുള്ളത് തന്നെ നോക്കി വാങ്ങിക്കുക. അല്ലാത്തത് നമുക്ക് ഗുണത്തിനേക്കാൾ ഏറെ ദോഷമായിരിക്കും വരുന്നത്.
വരുത്തുക. കാസിയ സിന്നമൺ ആണ് നമുക്ക് കൂടുതലായിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിന് വേണ്ടത്ര ഗുണം ലഭിക്കില്ല. സിലോൺ സിന്നമൺ ആണ് കൂടുതൽ വിലയുള്ളതും ഏറെ ഗുണം ചെയ്യുന്നതും. കാസിയ സിന്നമണിൽ സിന്നമാൽഡിഹൈഡ് തീരെ കുറവാണ്. മാത്രമല്ല ഇതിൽ കൗമാരിൻ എന്നൊരു വിഷാംശവും അടങ്ങിയിട്ടുണ്ട്. ഇത് സ്ഥിരമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് അത് ദോഷമാണ്. സിലോൺ കറുവപ്പട്ടയാണെന്നുണ്ടെങ്കിൽ അതിന് തീരെ കട്ടി കുറവായിരിക്കും. അത് പേപ്പർ പോലെ നേർത്തതാകും. ഇത് പെട്ടെന്ന് ഒടിഞ്ഞു പോകുന്നതുമാണ്. ഇതിന് ലൈറ്റ് മഞ്ഞ നിറവുമാണ്. എന്നാൽ കാസിയ സിന്നമൺ ആണെങ്കിൽ അതിന് തീരെ വിലക്കുറവാണ്. അതിനൊരു ബ്രൗൺ കളറായിരിക്കും. അത് പെട്ടെന്ന് ഒടിയുകയില്ല. നമ്മൾ മിക്സിയിൽ പൊടിച്ചാൽ പോലും അത് പെട്ടെന്നൊന്നും പൊടിക്കാനും നമുക്ക് പറ്റില്ല. അപ്പോൾ ഈ വ്യത്യാസങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാസിയ സിന്നമണും അതുപോലെ തന്നെ സിലോൺ സിന്നമണും തമ്മിലുള്ള വ്യത്യാസം നോക്കി നമുക്ക് മേടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി കറുവപ്പട്ടയുടെ ഗുണങ്ങളൊക്കെ മനസ്സിലായ സ്ഥിതിക്ക് കൂടുതലായിട്ട് ആഹാരത്തിൽ ഉൾപ്പെടുത്താനും, അത് കൂടുതലായിട്ടെന്നല്ല, നമുക്ക് ആവശ്യത്തിന് വേണ്ട അളവിൽ ഉൾപ്പെടുത്തി നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക.